Celluloid Film Magazine. So I'm so happy to be part of the industry. But recently, 3 years, I diagnosed of an autoimmune disease. So, എല്ലാവരും വിചാരിക്കും അല്ലെ ഇൻസ്റ്റയിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നു പെട്ടെന്ന് വന്ന് കുറേ റിബണൊക്കെ കട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കി പോകുന്നു. ബട്ട് ആ ഫേസിലെത്താനുള്ളൊരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 1.5 years ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ റൂമിൽ നിന്നായിരുന്നു. ഐ വാസ് ഫൈറ്റിംഗ് ഫോർ മൈ ഡിസീസ് കണ്ടീഷൻ. അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഡിപ്രഷൻ ആവും. പിന്നെ അതും പോരാണ്ട് ഐ ഹാവ് ഓവറിൻ സിസ്റ്റം അതിനെ ബേസ് ചെയ്ത് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ബട്ട് വൺ ഡേ ഐ ഫെൽറ്റ് ദിസ് ഇസ് നോട്ട് മൈ വേൾഡ്. ഞാനിങ്ങനെ ഇരിക്കേണ്ട ആളല്ല. മേ ബി ഐ ഡോണ്ട് ഹാവ് ഈവൻ ഒരു മെഡിസിൻ അങ്ങനെയുള്ള എമൗണ്ട് പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എനിക്ക് പറഞ്ഞു വെച്ച സിനിമകളൊക്കെ മേ ബി എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ചെയ്തുകൊണ്ട് എല്ലാവരും അത് ആ ഒരു ഡേറ്റിന് വേണ്ടി എനിക്ക് വേണ്ടി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് 2 days കഴിയുമ്പോൾ പറയണേ സോറി ആ ക്യാരക്ടർ സിനിമയിലില്ല, മാറി, പക്ഷേ വേറെ ആളാൾ അഭിനയിക്കുന്നുണ്ട്. സോ ഐ വാസ് ബെഡിലിരിക്കുന്നു, കരയുന്നു. ആൻഡ് ബുലിമിയ നെവോസോ എന്നൊക്കെ പറഞ്ഞൊരു കണ്ടീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വൺ ഡേ ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ബെഡിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ഒരാഴ്ച ബെഡിൽ തന്നെ കിടക്കും. മേ ബി ഞാൻ ബ്രഷ് പോലും ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു സ്ലീപ്പ്, ചിലപ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഫുഡ് അത് കഴിക്കുക, വയറ് നിറച്ച് വീണ്ടും കഴിക്കുക, വൊമിറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു ലൈഫ്. ഒരു ദിവസം ഞാൻ എഴുന്നേറ്റു. എനിക്ക് തോന്നുന്നു എല്ലാവരും എന്തോ ഒരു ശക്തി പുറയുന്നു വലിക്കുന്നുണ്ടായി. ബട്ട് ഐ ഫൈറ്റ് ബാക്ക്. ഞാൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി. ഞാൻ ജിമ്മിൽ പോയി. ഏറ്റവും പ്രയാസം ജിമ്മിൽ പോകുമ്പോൾ ഓരോ ദിവസം വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം എൻ്റെ കൂടെ വരുന്നവരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. ബട്ട് ഐ ഫൈറ്റ് സോ ഹാർഡ്. ഞാനിവിടെ നിൽക്കുന്നത് ഐ ഫെൽറ്റ് ഐ ഡൺ സംതിങ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് ദിസ് ഇസ് മൈ വേൾഡ്. ഐ ഓൾസോ വാണ്ട് ടു ലിവ് ലൈക്ക് ദിസ്. അതായത് വളരെ സിമ്പിളാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിളിലൂടെയൊക്കെ മുന്നേറി വന്ന ഒരാൾ തന്നെയാണ് നമ്മൾ ഷീറോ എന്ന് വിളിക്കുന്നത്. സോ തീർച്ചയായിട്ടും ലിച്ചി എന്ന അന്നയ്ക്ക് ആ ഒരു പേര് ടൈറ്റിൽ കൊടുക്കാം. ഞാൻ ഇത് ഉള്ള കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ജീവിക്കണ്ട, അവരങ്ങനെയായി. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ജിമ്മിൽ പോയി വെയിറ്റ് കൂടി, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് യുവർ കണ്ടീഷൻ. നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെയായിട്ട് തന്നെ ഇരിക്കുക. മൈ പാർട്ട് ഓഫ് മൈ ലൈഫ്. സോ ഈ ഓരോ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. ഐ ഫെൽറ്റ് ബിക്കോസ് ഞാൻ 2.5 വർഷം ഞാൻ കളഞ്ഞു എൻ്റെ ഇരുന്ന്. ബട്ട് നൗ ഐ വാണ്ട് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. ഐ വാണ്ട് ടു എൻജോയ്. ഐ വാണ്ട് ടു ഡാൻസ്. ഐ വാണ്ട് ടു സിംഗ്. ഐ വാണ്ട് ടു ഡു എവരിതിങ്. ഐ വാണ്ട് ടു ഡാൻസ് എന്ന് പറഞ്ഞത് മാത്രം ഞാൻ പിടിക്കുകയാണ്. യെസ്, ഇപ്പോൾ സാദിക ഇവിടെയുണ്ട്, അന്നയുണ്ട്, രണ്ടുപേരുണ്ട്. ഇപ്പൊ രണ്ടുപേരും ചേർന്നൊരു ഡാൻസ് കൂടെ അല്ലേ തന്നെ ഈ ഹൈലൈറ്റ് ഒരു എന്താ പറയുന്നത് ഷിബു, അടിപൊളിയായിരിക്കും. അത് അടിപൊളിയായിരിക്കും. നിങ്ങളും അടിപൊളിയാണെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കുക. കൺസോളിന് നല്ലൊരു പാട്ട് കൂടെ തരണം. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഡാൻസ് കാണാം. ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ഇവന്റ് ഞാൻ കാണുമ്പോൾ കാലിലൊരു ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റേജ് തൂത്തുവാരിട്ടാണ് പോയത് ആളായിരുന്നു. രണ്ടുപേരായാലും ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്, വൈബ്രന്റ് ആണ്. സാധിക കളിച്ചോ ലെഗ് ഇഞ്ചേർഡ് ആണ്.
അത് ഈ ഒരു കണ്ടീഷൻ കാരണം ഹീലാവാൻ പാടാണ്. ബട്ട് നീരുണ്ടെന്നാലും ഐ ഹാപ്പി. അന്നയുടെ ഒരു ഐക്കോണിക് സ്റ്റെപ്പ് ഉണ്ടല്ലോ അല്ലേ, എല്ലാ റീൽസിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പില്ലേ? ഓക്കെ, എന്തായാലും അത് അപ് ടു യു. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് നിങ്ങൾ ഒരു 1 സെക്കൻഡ് ഒരു കൈയ്യടി കൊടുത്താൽ അവർ ഡാൻസ് ചെയ്യും. നല്ലൊരു കൈയ്യടി പോരാ കുറച്ചുകൂടെ പോരല്ലേ? ഗോപാൽ രണ്ടുപേരും കുറച്ച് ഫ്രണ്ടിലേക്ക് നിന്ന് ഏതാ പാട്ട് ഏതെങ്കിലും സജഷൻ ഉണ്ടോ? കൺസോളിൽ ഏതെങ്കിലും സജഷൻസ് ഉണ്ടോ? ആവേശത്തിന്റെ പാട്ടാണെന്ന് പറയുന്നുണ്ട്. ഇലുമിനാറ്റിയോ ആണോ? ഓക്കെ, സോ സമ്മാനം രണ്ടുപേർക്കുമുണ്ട്. വി ആർ റിയലി ഹാപ്പി. നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ ഒരു വേദിയിലേക്ക് എത്തിയതിന് ഒരുപാട് സന്തോഷം. ആ സന്തോഷം സ്നേഹവും ഒക്കെ ആയിട്ട് ഹൈലൈറ്റ് മോൾ ഒരു കുഞ്ഞ് ടോക്കൺ ഓഫ് ലവിന്റെ അപ്രിസിയേഷൻ ആണ് വേദിയിൽ വെച്ച് നൽകുന്നത്. രണ്ടുപേർക്കുമുള്ള അന്ന രാജൻ ആൻഡ് സാധിക വേണുഗോപാൽ രണ്ടുപേർക്കുമുള്ള അപ്രിസിയേഷൻ മെമെന്റോസ് സ്റ്റേജിലേക്ക് എത്തിക്കേണ്ടതാണ്. ആൻഡ് ഐ റിക്വസ്റ്റ് മോൾ ഹെഡ് ജനാർദ്ദനൻ സർ ടു ഡു ദി ഓണേഴ്സ്. ഓൾസോ തൻവീർ, പ്ലീസ് ജോയിൻ അലോങ് വിത്ത് ഹിം. Yes, so ladies and gentlemen, a round of applause for both Anna Rajan and Sadhika Venugopal. നല്ല കൈയടികൾ കൊടുത്തേ. Now it's for Sadhika. Thank you so much. രണ്ടുപേർക്കും ഒരു ബിഗ് താങ്ക്സ് ആൻഡ് നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച് both of you. ഇന്ന് ഞങ്ങളോടൊപ്പം ഹൈലൈറ്റ് മോളിന്റെ ഹൈലൈറ്റ് ഫാഷൻ വീക്ക് സീസൺ 5-ലാണ് നിങ്ങൾ രണ്ടുപേരും എത്തിയത്. താങ്ക് യു സോ മച്ച്. ആൻഡ് അന്ന് എന്തോ ഒരു കാര്യം ശിവചേട്ടനോട് ഇങ്ങനെ റിക്വസ്റ്റ് എന്താണെന്ന് ചോദിക്കട്ടെ, എന്തായിരുന്നു? ബൈ പറയാനായിരുന്നു. ഓക്കെ, അപ്പൊ ഫ്രണ്ടിലേക്ക് വരൂ, രണ്ടുപേരും വരൂ. യെസ്, ശിവചേട്ടൻ തൻവീർ അതെ. Yes, ladies and gentlemen, a huge round of applause for Sadhika Venugopal, Anna Rajan and Shiva Alviran. Thank you so much. നമുക്ക് ഈ 2 ദിവസം ഇത്രയും ഗംഭീരമായിട്ട് ഈ ഒരു ഇവന്റ് ഹൈലൈറ്റ് മോൾ ഇവിടെ ഹോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ഇവന്റ് സൈഡിൽ വർക്ക് ചെയ്ത് ഇവിടെ ഇത്രയും കാര്യങ്ങൾ അതിഗംഭീരമാക്കിയത്. അത് മാത്രമല്ല, കാലിക്കറ്റിന് മലബാറിന് ഫാഷൻ ഷോ അല്ലെങ്കിൽ ഫാഷൻ എന്ന മനസ്സിലേക്ക് എത്തുമ്പോൾ അങ്ങനൊരു ഷോ ഇവിടെ ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും അധികം ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ആ ഒരു പേര് തന്നെയാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ ഷിബു ശിവ. അപ്പോൾ ഷിബു ശിവ മീഡിയ ആണ് നമുക്ക് വേണ്ടി